അപ്പൊ അപ്പൊ ടീമുകൾ എന്ന് പറഞ്ഞാൽ ടീം തരിപ്പൻസ്, ടീം പൊളപ്പൻസ്, SMS എന്റർപ്രൈസ്, ടീം ബേബി, ടീം ചൈന ടൗൺ, ടീം ഷാർജ, ടീം ശരവണ ബ്രദേഴ്സ്, ടീം ഓയ. സോ അപ്പൊ ആദ്യത്തെ പ്രസന്റേഷനായി ഞങ്ങള് ടീം ഓയ ക്ഷണിച്ചുകൊള്ളുന്നു. ഏബൽ അലക്സ് സെക്കൻഡ്. പറയേണ്ട കാര്യമുണ്ടാ? ബിസിനസ് പൊട്ടി. എല്ലാവർക്കും വിശിഷ്ടമായ ജഡ്ജസ്, എല്ലാവർക്കും നമ്മുടെ കൂപ്പുകൈ നമസ്കാരം. നമസ്തേ. ആദ്യം തന്നെ നെഗറ്റീവ് മാർക്ക്. ഒരു ബിസിനസ് പ്രസന്റ് ചെയ്യാൻ വരുന്ന സമയത്ത് ഇടേണ്ട ഡ്രസ്സ് ഇതാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. ഇല്ല അണ്ണാ, നമ്മളെല്ലാം നാടാനാണ്. നമ്മുടെ രണ്ടുപേരും നാടാനാണ്, ഇവർ രണ്ടുപേരും ഇത്തിരി മോഡേണാണ്. അങ്ങനെയല്ല, മോഡേണിന്റെ ഇതിന്റെ അല്ല. ഒരു ബിസിനസ് മീറ്റിംഗിന് ബിസിനസ് പ്രസന്റ് ചെയ്യാൻ നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച ഒരു ഡ്രസ്സിംഗ് സ്റ്റൈൽ ഇതല്ല. ഇവിടെ വാർ കളിക്കാൻ വല്ല പോകുന്നുണ്ടോ നിങ്ങള്? നമ്മള് നമ്മുടേതായ തനിമ വിട്ട് കളയാതെ ചെയ്യുന്ന ഒരു സംരംഭമാണിത്. ഇത് ബേസിക്കലി എന്ന് പറഞ്ഞാൽ ഇത് വളരെ ആവശ്യമുള്ള ഒരു സാധനമാണ് അണ്ണാ സിറ്റിയില്. സത്യം പറഞ്ഞ അതായിക്കോട്ടെ, എന്താണെന്ന് അപ്പൊ നിങ്ങൾ ചോദിക്കും. എന്തുകൊണ്ടാണ് ചോദിച്ചു? പറഞ്ഞു അല്ലെ, എന്തുകൊണ്ടാണ് പറഞ്ഞ കേക്കട്ടെ. അതാണ് ഓക്കെ അണ്ണ. അത് അണ്ണ ഇപ്പൊ സിറ്റിയിൽ ഒരു ആണും ഒരു പെണ്ണും കൂടെ ഒരുമിച്ച് നടക്കുമ്പോൾ അവർക്ക് എന്താണില്ല, അത് പ്രൈവസി. താഴെ സംസാരിക്കില്ലെന്ന് പറയടാ അമ്മമാരുടെ അടുത്തുനിന്ന്. പ്രൈവസി ഇല്ല. പ്രൈവസി, ഒരു മനസ്സമാധാനം സംസാരിക്കാനുള്ള സ്ഥലമുണ്ടോ സിറ്റിയില്? ഒരു ആണിനും ഒരു പെൺകൊച്ചിനും ഇല്ല. ആണിനും സംസാരിക്കാനും അത് നമ്മൾ ഇതിൽ തെറ്റ് പറയുന്നില്ല. അത് അവരുടെ ഇഷ്ടമാണല്ലോ. മോഡേൺ ആവണം, നാട് എടുക്കുമ്പോൾ നമ്മൾ നടുവേ ഓടണമെന്നാണല്ലോ, അതാണല്ലോ ശാസ്ത്രം. അതിനെ തെറ്റ് പറയുന്നില്ല. അവരുടെ പാടെ അവർ പൊക്കട്ടെ, കുഴപ്പമില്ല. അത് പാടില്ല. നീ ആണ്ടൂടെ നടക്കണം എന്ന് പറഞ്ഞാൽ തെറ്റില്ല. നോ പ്രോബ്ലം. ആണ്ടൂടെ തന്നെ നടക്കണം. അപ്പം അതുകൊണ്ടെന്ന് പറയും, ഈ കൊച്ചു പിള്ളേരെ കൊണ്ടാണ് ഇപ്പൊ സഹിക്കാൻ പറ്റാതെ. ഒരു പെങ്കൊച്ചൂടെ സംസാരിക്കും, ഒരു 10 കൊച്ചു പിള്ളേർ അതിന്റെ ഇടയിൽ കൂടെ വലിഞ്ഞ് കയറി കുത്തിയൊക്കെ നോക്കി വരും. നമുക്ക് കാലേ വരെ നിലത്തിരിക്കാൻ പറ്റും. ശരിക്കും നിങ്ങളുടെ ഒരു ബുദ്ധിമുട്ടിനെ പറ്റിയാണോ പറയണത്, അതോ ബിസിനസ് ഐഡിയ ആണോ പറയണത്? അല്ലെണ്ണ, ഒരു യുവജനങ്ങളുടെ ഒരു ബുദ്ധിമുട്ടാണിത്. സത്യം പറഞ്ഞാൽ അവർക്ക് വേണ്ടി നമ്മൾ കൊണ്ടുവരുന്ന ഒരു സംരംഭമാണിത്. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ സമാധാനമായിട്ട് സംസാരിക്കാനാണെങ്കിൽ ഇവിടെ മലയും കുന്നും ഒക്കെ ഇല്ലേ? നല്ലൊരു കാര്യമാണ് ഇപ്പൊ പറഞ്ഞത്. പിടിമല എന്ന് പറഞ്ഞൊരു മലയുണ്ട് ഇപ്പൊ ബേസിക്കലി. ആ പിടിമലയിലാണ് ഇപ്പൊ കൊച്ചുപിള്ളേരുടെ അഴിഞ്ഞാട്ടമാണ്. അതറിയോ ബോസനെ? അത് ഏറ്റവും മെയിൻ സൂര്യാണ്, അഴുക്കച്ചെറുക്കൻ. ഇവിടെ നിന്ന് കഥാപ്രസംഗം നടത്തുന്ന കാര്യം പറയൂലേ? പറഞ്ഞോ ജോക്കി. പ്രസന്റേഷൻ അങ്ങനല്ലേ ജോക്കി? ഒറ്റയടിക്ക് നേരെ വന്നിട്ട് ഇന്ന് ഉണക്കമീൻ കച്ചവടം നടത്തുന്നു, അതാണ് പ്രസന്റേഷൻ അല്ലല്ലോ ജോക്കി. അത് കാര്യത്തിലോട്ട് വരണന്നേ. നമ്മള് ചെയ്യാൻ പോകുന്ന നമ്മുടെ സംരംഭത്തിന്റെ പേര് ഓയോ. ഓയുടെ ഫുൾ ഫോം എന്താ? അവർ വെരി ഓൺ റൂംസ്. വീഡിയോ പ്രസന്റേഷൻ അവേഴ്സ് യോസ്. വീഡിയോ പ്രസന്റേഷൻ എന്താണ് ബേസിക്കലി ഇത് ചെയ്യുന്നത്? നമ്മള് ബേസിക്കലി ഉള്ള കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് ബാക്കി സംസാരിക്കാം. നമ്മുടെ ഇതിന്റെ ബേസിക്കലി ഒരു കോപ്പി അടിച്ച് കുറെ ആൾക്കാർ നടത്തുന്നുണ്ട്. ഓയോ അമ്മരെയും കൊണ്ട് അടിച്ചെന്നാ നമ്മുടെ ഈ കോപ്പി അടിച്ചാ നടത്തുന്നത്. അണ്ണ 10-70,000 കോടിയുടെ മറ്റേ നമ്മുടെ സൗണ്ട് വിട്ടു പോണേ. സൗണ്ട് വിട്ടു പോന്നാ? അതോ വീഡിയോ പ്രസന്റേഷൻ എല്ലാം ഉണ്ട്. ബോറിംഗ് ആയിരുന്നു കേട്ടോ. പ്രസന്റേഷൻ ഒക്കെ ശോകമല്ലേ? എടാ, ഈ ബാക്കിയുള്ളവരോട് ഇവിടെ സംസാരിക്കില്ലെന്ന് പറയണടാ. എടാ, ബാക്കിയുള്ള ആൾക്കാർ ഈ ബിൽഡിങ്ങിൽ നിന്ന് സംസാരിക്കില്ലടാ. അപ്പുറത്തെ ബിൽഡിങ്ങിൽ പോണേ. ഞാൻ വിളിക്കുമ്പോ വന്നാൽ മതി, പയ്യെ വന്നാൽ മതി, കുഴപ്പമൊന്നുമില്ല. ഇന്റർനാഷണൽ മാർക്കറ്റ് ആണ് നമ്മള് നോക്കുന്നത്. കൂട്ടിയപ്പോഴേ പറഞ്ഞത് പൊട്ടോ. വിട്ടിട്ടാണോ തരുന്നേ?
ദർശനം മുടി കെട്ടി വെച്ചാലും കഴിച്ചിട്ടാലും എല്ലാം ഏത് പാതിരാത്രി കണ്ടാലും എനിക്ക് തിരിച്ചറിയാൻ പറ്റും ദർശന. അറിയത്തില്ല അല്ല ഇതെന്താ ഇതെന്താ ഹലോ ആ ഇത് കഴിഞ്ഞ സംസാരിക്കും. കുളിർമ നൽകുന്ന റൂംസ്, കുളിർമ ഇല്ലാതെ റൂംസ്, വൈഫൈ പ്ലസ് VPN ആക്സസ്, ആടാതി കട്ടിൽ, വെള്ളമുള്ള ബാത്റൂം, ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്ത കഴകൂട്ടം, അറ്റാച്ച്ഡ് മെഡിക്കൽ ഷോപ്പ്, പ്രൈവസി, അതല്ലേ എല്ലാം. നൈസ് പ്രസന്റേഷൻ. അമേസിംഗ് അമേസിംഗ് ഗുഡ് ജോബ് ബോയ്സ്. Amazing. താങ്ക് യു. ഇതിലെ 7 വർക്കുകളാണ് അതിൽ ഏറ്റവും അടിപൊളിയായിട്ടുണ്ടായിരുന്നത്. ഞാൻ കൊറേ ക്ലിപ്സ് ഉണ്ടായിരുന്നു. ഇറ്റ്സ് ഓക്കെ. പക്ഷെ നല്ല പ്രസന്റേഷൻ. വെരി ഗുഡ് ഐഡിയ. നല്ല ഉണ്ടായിരുന്നു. അണ്ണാ നിങ്ങളിപ്പോ വിചാരിക്കും കഴിഞ്ഞെന്ന്, പക്ഷെ അല്ല, നമ്മൾ 3 ഐഡിയാസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. 3 കിടിലോ ഐഡിയാസ്. ഇഡിയോട്ട് ഐഡിയാസ്. പിന്നെ ഓക്കെ. പക്ഷെ ഇതെന്തായാലും കൊള്ളാം. ഇത് നമ്മളിപ്പോ ആലോചിക്കുന്ന കാര്യമാണ്. കാരണം സിറ്റിയിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ കപ്പിൾസ് ആണ്. ഇവര് പറഞ്ഞത് ശരിയാ. അത് ഇത് ഏറ്റവും കൂടുതൽ ചെയ്തേക്കുന്ന കപ്പിൾസിന്റെ ഇത് പ്രകാരമാണ്. അവരോട് നമ്മൾ സർവേ ഒക്കെ എടുത്തിട്ടാണ് ചെയ്തേക്കുന്നത് ബേസിക്കലി സാധനം. ആണല്ലേ? എന്താണ് അടുത്ത ഐഡിയ? അടുത്ത നിങ്ങളുടെ ബിസിനസ് ഐഡിയ എന്താ? നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പക്ഷെ അറിയത്തില്ലായിരിക്കാം. ഞാൻ ബേസിക്കലി ഒരു ഡോക്ടറാണ്. ഞാൻ MD പഠിച്ചിട്ടുണ്ട്, MDMA പഠിച്ചിട്ടുണ്ട്, MBBS പഠിച്ചിട്ടുണ്ട്. ഇതെല്ലാം ബേസിക്കലി പഠിച്ച ഒരാളാണ് ഞാൻ. അതെ, ഞാനൊരു സകലകലമല്ലാതെ MDMA ഉണ്ട്, കഞ്ചാവുണ്ട്, എല്ലാം ബേസിക്കലി നമ്മൾ എല്ലാം പോകണം ഇവിടെ. അങ്ങനൊന്നും ഇല്ല. എടാ അതൊന്നുകൂടി പ്ലേ ചെയ്യാവോ? വീഡിയോയോ? എന്തിനാ? ഞാൻ കണ്ടില്ല അവസാനം. പെട്ടെന്ന് ഇവിടെ ഒരു അർജന്റ് അത് തന്നെ കേട്ടോ. ആ ക്ലിപ്പ് ബാക്ക് അടിച്ച് പിന്നെ കെട്ടാ മതി. അടുത്ത ഐഡിയ എന്താണ് പറയും? അണ്ണാ അടുത്തതെന്ന് പറഞ്ഞാൽ ബേസിക്കലി ഞാനൊരു സൈക്കോളജിസ്റ്റ് ആണ്. നമ്മളൊരു കൗൺസിലിംഗ് സെന്റർ ആണ് നമ്മളിവിടെ ആലോചിക്കുന്നത്. കൗൺസിലിംഗ് സെന്റർ. അതെ, ഈ കൗൺസിലിംഗ് സെന്റർ നമ്മുടെ നാടിന് ആവശ്യം എന്ന് പറയാനുള്ള കാരണം എന്താ? അണ്ണാ അത് വലിയ കുറെ കാരണമുണ്ട്. ഇപ്പൊ എല്ലാവർക്കും കൊല്ലണം അവനെ തീർച്ചയായും മൈൻഡ് സെറ്റ് ആണ് അല്ലേ? അവരെ പറഞ്ഞ് നമ്മൾ നല്ല വഴി നേർവഴി നടത്തുക. പിന്നെ അതിന്റെ കൂടെ സൂയിസൈഡിന്റെ എണ്ണമൊക്കെ വളരെ വർദ്ധിച്ചു വരികയാണ്. പ്രണയ നൈരാശ്യം കാരണം. അത് ഇത് പറയാനുള്ള സിറ്റിയിൽ പ്രേമ നൈരാശ്യം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതെ നമ്മളപ്പോ അതും ആലോചിക്കണ്ടേ? അതെ, നൈസ് ഐഡിയ, നൈസ് തിങ്കിങ്. എനിക്കൊരു 5 മിനിറ്റ് വേണം അവസാനം. ഒരു 10 മിനിറ്റ് മാക്സിമം. അല്ലല്ല, ജസ്റ്റ് ഇവിടെ തന്നെ ഉണ്ട് പറഞ്ഞു. ബേസിക്കലി അണ്ണാ ഈ ഒരു എക്സാമ്പിൾ വേണേ നമ്മൾ കാണിച്ചു തരാം കൗൺസിലിംഗ് സെന്ററിന്റെ. അല്ല, പക്ഷെ അതിനു മുമ്പ് ഒരു ചോദ്യം ചോദിക്കാനുള്ള, നിങ്ങളുടെ ബാക്കിയുള്ള ആൾക്കാരും സംസാരിക്കാറില്ലേ? ഉണ്ട്, അതിനുള്ള ചാൻസ് ആണെന്നില്ല അവരുടെ ഏതാണ്. ബേസിക്കലി അണ്ണാ ഈ അലക്സ് എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു പ്രണയനൈരാശ്യം അല്ല, പ്രണയനൈരാശ്യം അല്ല അലക്സിന്. അവൻ ചെറിയൊരു നിങ്ങൾ ഓരോ ഐഡിയാസ് ഓരോരുത്തരായിട്ട് പിച്ച് ചെയ്യൂ. ഇത് ഒരാൾ മാത്രം ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നത്. അതിലേക്ക് വരുവാണ് നമ്മൾ. ആക്ച്വലി നിങ്ങൾക്ക് അറിയാവുന്ന എനിക്കറിയില്ല, എനിക്കറിയാവുന്ന നിങ്ങൾക്കും അറിയില്ല. ചെറിയൊരു വട്ടയസ് എന്തുണ്ടോ എന്താ പറയുന്നത് അറിയാതെ നമുക്ക് എങ്ങനെ അറിയാമെന്ന് പറയാൻ പറ്റും. അത് പറഞ്ഞു വരികയാണ്, അതിലേക്ക് എത്തുകയാണ്. അലക്സ് എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു ആൾക്കാരെ കൊല്ലണമെന്നുള്ള മൈൻഡ് സെറ്റിൽ നടക്കുന്ന ഒരാളാണ്. അമ്മ അറിയാമല്ലോ. ആണല്ലേ? അതവൻ 24/7 ഗണ്ണുമായിട്ട് നടക്കുന്ന ഒരു പയ്യനാണ്. എനിക്കത് മനസ്സിലാവും. അതെ ആ ഒരു മൈൻഡ് സെറ്റ് ഞാൻ വേണം മാറ്റിയെടുക്കാം. എന്റെ ഇങ്ങനെ ഹലോ അലക്സ്. ഹലോ, എന്താണ് താങ്കളുടെ പ്രശ്നം? എന്ത് പറ്റി? താങ്കൾ എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത്? എന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് ചോരയോട് വല്ലാത്തൊരു ഭ്രമമാണ്. ഭ്രമം? കടിയാണ്? അതായത് കിഴപ്പില്ല, ഭ്രമം. അതായത് എനിക്ക് ചോര വേണം, എനിക്കില്ലാ ദിവസം ചോര കാണണം. അങ്ങനെയല്ല, അതായത് സമരം ചെയ്യുന്നവരുടെ പുറത്തൂടെ വണ്ടി കയറ്റുക, റോഡിന്റെ നടുക്കൂടെ പോകുന്നവരെ വണ്ടി ഇടിച്ചിടുക, പിന്നെ പെട്ടെന്ന് എന്റെ ആരെങ്കിലും ഒന്ന് അറിയാണ്ട് തട്ടേ മുട്ടയൊക്കെ ചെയ്ത കൊരവള്ളി കയറി പിടിക്കുക. എനിക്കറിയൂടാ, ഇത് കുറച്ചാൾക്ക് മുമ്പാണ് തുടങ്ങിയത്. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ എനിക്ക്. അത് ബേസിക്കലി ഇതൊക്കെ നമ്മൾ ക്ഷമിക്കാനും കൊടുക്കാനും പഠിക്കണോടാ. ഫോർ എക്സാമ്പിൾ, നിനക്ക് അങ്ങനെ കൊല്ലാൻ അത്ര ആഗ്രഹം തോന്നി എന്താ ചെയ്യേണ്ടത്? ഈ കമ്മിറ്റഡ് ആയിട്ടുള്ള ആമ്പിള്ളേരെയും കൊന്നുകളയാണ്. അത് നമുക്ക്
കുഴപ്പമില്ല. സിംഗിൾ ആയിട്ടുള്ള പെൺകുട്ടികളുടെ എണ്ണം കൂടി വരും സിറ്റിയിൽ. ഏത് ചെറിയൊരു നമ്മുടെ ഇതിന്റെ ഒരു കുട്ടിക്കാണ് ആഡായിട്ട്. അതിന്റെ ഇടയ്ക്കൂടെ പരസ്യം വന്നതല്ലേ? അതെ അതെ, ചെറിയ മാക്സിമം നിന്റെ സൗണ്ട് വിട്ടുവിട്ട് പോണേ, സൗണ്ട് വിട്ടുവിട്ട് പോണേ. നിങ്ങൾക്ക് കൊല്ലാൻ തോന്നുവാണെങ്കിൽ മാക്സിമം കമ്മിറ്റഡ് ആയിട്ടുള്ളവരെ തന്നെ കൊല്ലടാ, കുഴപ്പമില്ല. അതാ നമ്മൾ പ്രണയ നൈരാശ്യമുള്ള ഒരാളെയാണ് കൊണ്ടുവരുന്നത്. പക്ഷേ വാസവനെ മനസ്സ് മാറി അവന്റെ. അപ്പൊ പ്രോഡക്റ്റ് നീ തന്നെയാണോ? ഇത്ര പെട്ടെന്ന് മനസ്സ് മാറി. അവരുടെ പ്രോഡക്റ്റ് നീയാണോ പ്രോഡക്റ്റ്? ആക്ച്വലി ഞാൻ തന്നെയാണ് MDMA എല്ലാം പഠിച്ചത്. ഓക്കെ, അടുത്തത് ഇനി എന്താ? പ്രേമ നൈരാശ്യമുള്ള ആള്, പ്രണയ നൈരാശ്യം. ഓക്കെ 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 ഓക്കെ. എന്താണ് സക്ക താങ്കളുടെ പ്രശ്നം? പറയൂ. ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല. കഴിവില്ലാത്തോണ്ടായിരിക്കും. അതല്ല, അങ്ങനെ അങ്ങനെ ആയിരിക്കാതിരിക്കാൻ കുഴപ്പമില്ല. ഒന്നിനും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ ഇങ്ങനെ എല്ലാം ഉണ്ടല്ലോ, എന്തിനും കുറവല്ലോ ഉണ്ടാ? കുറവില്ലല്ലോ. അനാവശ്യമായിട്ട് മുൻകൂരി കാണിച്ചിട്ടേ ഞാൻ. എപ്പോഴും ഇങ്ങനെ ഒരു വിഷമം വരുന്നത്. എല്ലാം കുഴപ്പമില്ല, കുഴപ്പമില്ല, ശരിയാവൂടാ. നമ്മളൊക്കെ ഇല്ലേടാ കൂടെ. അതിന്റെ കാര്യമല്ല, മനസ്സിന്റെ കാര്യം ഞാൻ പറയുന്നത്. മനസ്സിന്റെ കാര്യം അല്ല ഉണ്ട് അല്ല അത്രയൊക്കെ വിഷം വന്നങ്ങ് ചത്ത് കളയണം. പിന്നെ നോക്കല്ലേ, പ്ലീസ് ഡൈ സൂയിസൈഡ് പ്ലീസ് ബ്രോ. ഡോക്ടർ അല്ലേ ഞാൻ? കുഴപ്പമില്ല, ഞാനുണ്ടല്ലോ കൂടെ. ഞാനല്ലാതെ പിന്നെ ആര്? പേടിക്കണം, ഞാനുണ്ട്. അണ്ണാ ഈ പ്രശ്നം സോൾവ് ചെയ്തിട്ടുണ്ട് വളരെ കഷ്ടപ്പെട്ട്. ഇത് എങ്ങനെ സോൾവ് ആയെന്ന് പറയണം? അവന് സൂയിസൈഡ് അറ്റംപ്റ്റ് അല്ലേ? അവൻ ചാവൂലേ? അപ്പൊ മാറിയല്ലേ? എങ്കിൽ പിന്നെ ഒരു സംശയം കൊണ്ടിട്ട് വാസവൻ, എങ്കിൽ പിന്നെ ഡോക്ടറെ ഞങ്ങളുടെ ജോക്കിയുടെ ഈ സ്ത്രീ വിരുദ്ധത ഒന്ന് ഡോക്ടർ ഒന്ന് മാറ്റാൻ പറ്റുമോ? നോക്കട്ടെ, നോക്കട്ടെ. ഡോക്ടർ വരും, കടന്നു വരും. ജോക്കിയണ്ണ, ഹലോ. ഹലോ. എന്താണ് ജോക്കിയണ്ണന്റെ പ്രശ്നം? പറയും. അങ്ങ് ക്ഷീണമാന്നേ. അപ്പൊ പിന്നെ പെണ്ണില്ലായിരിക്കുന്നല്ലോ നല്ലത്. അതല്ല, മനസ്സിന് ക്ഷീണമാണ്. മാനസികം. ഓക്കെ. മാനസിക ക്ഷീണമൊക്കെ ആക്ച്വലി ശബ്ദം പോണതിന്റെ ശബ്ദം പോന്നെ മോനെ. നിന്റെ ശബ്ദം പോണ്. അത് മാറ്റിയൊക്കെ നല്ല വഴിയുണ്ട്, സിമ്പിൾ ആണ്, എളുപ്പമാണ്. ഇല്ലടാ, നിന്റെ സൗണ്ട് ഇല്ലടാ, സൗണ്ട് കേൾക്കണില്ല നമുക്ക്. ഹലോ. അല്ലല്ല, അത് കൈ വന്നേ, അറിയാതെ കൈ വന്നേ. പറഞ്ഞോ. പറ. ഇത് ബേസിക്കലി മാറ്റിയെടുക്കാൻ ഭയങ്കര എളുപ്പമാണ്. അണ്ണു നമ്മളിവിടെ വള്ളിയൊക്കെ പിടിക്കാൻ മുമ്പ് കൊണ്ട് വന്നാൽ നമ്മളൊക്കെ ഇല്ല അണ്ണു, നമ്മളല്ലാതെ പറയുന്ന ഒന്നും കേൾക്കണില്ലടാ. ഏവലെ, നിന്റെ നെറ്റ് എന്തോ പറ്റി. ഡോക്ടർ ബ്രേക്ക് കൊടുക്കാമോ? ഡോക്ടർ തോൽവി സംഭവിച്ചത്. ഡോക്ടർ എന്താ സെറ്റ് ചെയ്യാൻ പോയ കേട്ടാ? ഡോക്ടർ നിങ്ങളെ പ്രസന്റേഷൻ കണ്ടിന്യൂ ചെയ്തോ? ലാസ്റ്റ് കണ്ടിന്യൂ. അണ്ണാ ബേസിക്കലി നമ്മുടെ ലാസ്റ്റ് സംഭവങ്ങളുണ്ട്, ഭയങ്കര എളുപ്പമുള്ള പരിപാടിയാണ്. കുറച്ചുകൂടെ സൗണ്ട് അടുത്തോട്ട് വെക്കോ? കുറച്ചുകൂടെ അടുത്തോട്ട് വെക്കോ? ലാസ്റ്റ് സാധനം എന്ന് പറഞ്ഞാൽ ബേസിക്കലി ടോൾ ബൂത്ത് ആണ്. സിറ്റിയിൽ ആവശ്യമില്ലാതെ കുറെ ടോൾ ബൂത്തുകൾ. ഇത് ഗവൺമെന്റിന് ഒരു ഉപയോഗമില്ല, നമുക്ക് പറഞ്ഞാൽ കയ്യേറാം. എന്നാൽ അതിനകത്ത് നാട്ടുകാരെ പൈസ പിരിച്ചിരിക്കാം. ഏത് എളുപ്പമുള്ള പരിപാടിയാ, മെനക്കേടുമില്ല. ഇതൊരു പ്രോഡക്റ്റ് ആണ് മോനെ, വേണ്ടേ? ഇല്ല, നമുക്ക് അങ്ങനെയല്ല. ഈ രണ്ട് ഐഡിയ അടിപൊളിയാണ്. ഇത് ഈ രണ്ട് ഐഡിയ കൊള്ളാം. ഒരു മാസം ഓയ കൊള്ളാല്ലേ? ഒരു കൈയടി. നല്ല പ്രസന്റേഷൻ, ബ്രില്യന്റ് ഐഡിയ. എസ്പെഷ്യലി ആ വീഡിയോ, പിന്നെ AI. ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, വാസുവിന്റെ ദർശനയുടെ ഒക്കെ സത്യമായിട്ടുള്ള കാര്യമല്ലത്. കൊള്ളാം. നല്ല പ്രസന്റേഷൻ ആയിരുന്നു. ഇത് ഏടെ കാലമല്ലേ ആണോ, അപ്പൊ നമ്മൾ ഇറങ്ങട്ടെ AI-ലോട്ട്. ബ്രില്യന്റ്. ഒരു രക്ഷയില്ല. കിടില. ഞാൻ ഇത്ര എക്സ്പെക്ട് ചെയ്തില്ല നിന്റെ അടുത്ത് നിന്ന്. കിടിലം, അടിപൊളി.
അല്ല നിങ്ങൾ 4 പേരും അടിപൊളി 4 പേരും അടിപൊളി. നമുക്ക് റോളൊന്നുമില്ല, നമുക്ക് ബാക്കിൽ മറ്റേ ആഡ് റൺ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ അത് നീ നന്നായിട്ട് ചെയ്തു, അടിപൊളിയായിട്ട് ചെയ്തു. ഇതിന്റെ ലാസ്റ്റിലത്തെ ഒരു വീഡിയോ ഉണ്ടോ? ഇല്ലല്ലോ, ഒരു വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഒരു ഫോട്ടോ അല്ല കുഴപ്പമില്ല. ഓക്കെ. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. ഞങ്ങള് നമ്മുടെ ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി അല്ലേ? അത് നമ്മൾ അറിയിക്കാം. പ്രിയപ്പെട്ട എല്ലാ ജഡ്ജസിനും നമ്മുടെ നന്ദി, നമസ്കാരം. നമ്മുടെ ബാക്കിലൂടെ ഓക്കെ. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? ബ്രില്യന്റ് പ്രസന്റേഷൻ വാസു, ബ്രില്യന്റ്, അമേസിംഗ്. ഇത് എന്തുവാ ഇത്? എന്താണിത്? ആഡ് പ്ലേ ആയിക്കൊണ്ടിരിക്കും. ആടല്ലേ സഞ്ചരിക്കുന്ന ഇതെന്താ നൃത്തത്തില്ലേ ഇത്? ബ്രില്യന്റ് പ്രസന്റേഷൻ, ബ്രില്യന്റ്. സത്യമല്ലേ? സത്യം. അതെ, ഒരു തരത്തിൽ ശരിയാ ചോക്കി. നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ തന്നെ എത്ര എണ്ണം പ്രൈവസി വേണ്ടേടാ? പ്രൈവസി ഇല്ലല്ലോ. ഇതാകുമ്പോ മലയിലും പഞ്ചായത്തിലും കണക്റ്റിലും ഒന്നും പോകണ്ടല്ലോ. പിന്നെ ഇത് കൊള്ളാം, ബ്രില്യന്റ് ഐഡിയ. നമ്മൾ ഇതിനെ പറ്റി ഇത്ര നാൾ എന്തുകൊണ്ട് ചിന്തിച്ചില്ല? അത് കൊള്ളാം കേട്ടോ. അഡ്വർടൈസ് പെണ്ണില്ല. അപ്പാ പെണ്ണുണ്ടല്ലാണ് ബിസിനസ് നടത്തണ്ടേ അപ്പാ? സഞ്ചരിക്കുന്ന അഡ്വർടൈസ്മെന്റ് അല്ലേ അത്? അത് കൊള്ളാം, അതാണ് ക്യാച്ചി. ഓയാ, അപ്പൊ നമുക്ക് അടുത്ത ആളെ വിളിക്കാം. സ്കോർ കൊടുക്കണ്ടേ വാസുവിന്? റേഡിയോ. സോ അടുത്ത ടീം റെഡി ആണോ? ആരാണ് റെഡി? ബാക്കിയല്ല, അത് ടീം ഷാർജ റെഡി ആണോ? ഷാർജ അല്ല, ഒരാള് കൂടി വരാണ്ട്, അത് ഇറങ്ങി പോയിക്കാം. ചൈന ടൗൺ റെഡി ആണോ? ചൈന ടൗൺ വാസു ശരവണ ഭവൻ റെഡിയാണോ ചോദിക്കടാ. ഓരോരുത്തരത്ത് വിളിക്കാൻ SRK അപ്പുക്കുട്ടൻ റെസ്പോണ്ടി. ഹലോ ഞങ്ങള് അമ്പത്തൂര് വരാണ്ടേ. ടീം ബേബി. ഞാനൊരു കാര്യം പറയട്ടെ എടോ, പെണ്ണ് കടിക്കറ കേട്ടോ. അപ്പൊ എന്നാ SMS എന്റർപ്രൈസ്, സാവേജ്, മന്ദാരം, സ്നൈപ്പ്. പിന്നെ നമ്മള് വേറൊരു മോഡലിനെ ഇറക്കിയിട്ടുള്ളതാണ്. അതേടാ ഒരു പേഷ്യൻസ് ഇല്ലാത്ത വരുന്നുണ്ട്. അവരുടെ പ്രസന്റേഷൻ എല്ലാം കഴിഞ്ഞിട്ട് മതിയെ നമുക്ക് അവരെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിപ്പിക്കുന്നത് കേട്ടാ. പ്രസന്റേഷൻ അത്രേ ഉള്ളൂ. ഒന്ന് ഗോവയ്ക്ക് ട്രിപ്പ് പോകാൻ വരുന്ന. ഹലോ, ഫസ്റ്റ് ഓഫ് ഓൾ ശബ്ദം കേൾക്കുന്നില്ല മക്കളെ. ഞാനൊരു കാര്യം പറയട്ടെ. മിസ്റ്റർ ആരൊക്കെയാ പേരെന്ന് പറയാവോ? ഇത് ഗോവയ്ക്ക് ട്രിപ്പ് വല്ലതും പോകണോ? പറഞ്ഞോളൂ. ഒരാളില്ലല്ലോ. സാധാരണ രാഗിലാണോ ഇത്? നമ്മളിങ്ങനെ തൊടി വരുമ്പേ നോക്കണ്ട. എന്ത് വികൃതാണ് ഈ ചേട്ടൻ. ഒരു ഡിസൈനും ഇല്ല അണ്ണാ, ഒന്നുമില്ല. കേക്ക് എന്ത് വികൃതമാണ് ഈ ചട്ടി. കാണാൻ തന്നെ ഒരു രസമുണ്ടാണ് ഇത്. ഒരു ഹോസ്റ്റൽ എടുത്ത് കൊണ്ടുപോയ പോലെ എന്തൊരു ഒരു വൃത്തിയില്ലാത്തൊരു ചട്ടി. സത്യം. ഇതിന് പകരം നമ്മുടെ ഒരു പുതിയ ഐഡിയ ഉണ്ടോ? കറക്റ്റ് ഇവിടെ ഗാങ്ങിന്റെ ലോഗോ വരുന്ന ഒരു ചട്ടി. പിന്നെ എക്സ്ക്ലൂസീവ് ഡ്രോപ്പ് ആയിട്ട് അണ്ണന്റെ തലയുള്ളതും ജോക്കിയുടെ തലയുള്ളത്, അങ്ങനെ 2-3 തരം വരും. അതിന് പിന്നെ നമ്മള് മോഡലിൽ ഒന്ന് വിളിക്കട്ടാണ്. നമ്മുടെ ബന്ദിയോട് കരിമ്പുലി നമ്മള് മോഡലിൽ വിളിച്ചാൽ ഇത് മനസ്സിലാവും. ബന്ദിയോട് കരിമ്പുലി കാട്ടി തോന്നിയാ ഇപ്പൊ പ്രസന്റേഷൻ കാട് തല്ലുന്ന ബ്ലൈഡാ അവന്റെ തലയില്. ജെട്ടി കംഫർട്ടബിൾ ആണ്. കുട്ടികൾ പമ്പേഴ്സ് ഇടുന്ന പോലെ ആയിരിക്കും. നമ്പർ 1 പമ്പേഴ്സ് അല്ല പാമ്പേഴ്സ്. പാമ്പേഴ്സ്. തിരുത്തണ്ടേ നമ്മൾ?
ഇനിയാണ് ഇത് നമ്മുടെ മോഡലിന്റെ ഇതാണ്. ഇതുപോലെ കളർഫുൾ ആയ ജെട്ടികൾ ഇതാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നതാണ്. അപ്പൊ കൂളർ കൂടെ വെക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ട് നമുക്ക്. അതിനൊരു വീഡിയോ കൂടി ഉണ്ട്. ആടുണ്ട്. ലേറ്റ് ആയിട്ട് വന്നിട്ട് ഊള തമാശ അടിക്കരുതേ കേട്ടോ. അവന്റെ മീശ കിടന്ന് ഊഞ്ഞാലാടാ, അത്രയ്ക്കുണ്ട്. സോറി, അതൊന്ന് പ്ലേ ചെയ്യാം, എനിക്കൊന്ന് കാണണം മിസ്റ്റർ വാസു. അണ്ണാ മിസ്റ്റർ വാസുവിനെ പ്ലേ ചെയ്യിപ്പിച്ചു ഇപ്പൊ. മൊത്തം ടാറുകളാടാ. ചന്ദ്രൻ മോഡലാണല്ലേ? ഓ പേടിയാണ്. ഗുണം മെച്ചം. വള്ളികളുടെയും ഹോസ്റ്റേജുകളുടെയും നാടായ എക്സ്ലാൻഡിസിൽ നിന്നും മറ്റൊരു ജെട്ടി, SMS ജെട്ടി. എക്സ്ലാൻഡിസിന്റെ സ്വന്തം ജെട്ടി. ഇരിക്കത്തിനും മുറുക്കത്തിനും എക്സ്ലാൻഡിസിന്റെ സ്വന്തം ജെട്ടി, SMS ജെട്ടി. ചങ്കേ കരളെ, എനിക്ക് നമ്മുടെ സ്വന്തം ജെട്ടി, SMS ജെട്ടി. ആ മറ്റു ടബിലിരുന്ന് അപ്പാപ്പനാണോ? ആ മെയിൻ മോഡൽ വില്ലം ബ്രോ ഇല്ലേ? അല്ലേ അടുത്ത 2 ആഴ്ചത്തേക്ക് ഗ്യാങ്സിലോട്ട് ഫ്രീ ആണ് 3 പേർക്ക്. ജട്ടിയാണ് നിങ്ങളുടെ പ്രോഡക്റ്റ് അല്ലല്ല, ഒരു അതായത് ഈ 2 ബിസിനസ്സും ഒന്നിച്ചു കൊണ്ടാണ് പ്രോഡക്റ്റ് ആണത്. അതെന്താണ്? അതായത് നമ്മള് ഒരു ബാർ നമ്മള് തുടങ്ങാനുള്ള ഒരു പരിപാടിയാണ്. അതായത് ഈ സിറ്റിയിൽ പ്രേമ നൈരാശ്യം ഉള്ളവരുണ്ട്, ബാറ് തൂറി മെഴുകുന്നവരുണ്ട്. ഇവരൊക്കെ വിഷമിച്ചിരിക്കുമ്പോ എന്ത് ചെയ്യണ്ടാ? ഇവർക്ക് വേണ്ടി വളരെ തുറന്ന ഇതിൽ മദ്യപിക്കാൻ ഒരു ബാറ്. നമ്മുടെ ജെട്ടിയിട്ട് പോയി എലാസ്റ്റിക് കാണിക്കുവാണെങ്കിൽ 10% ഓഫും മിച്ചറും ഗ്ലാസും ഫ്രീ. അതാണ് നമ്മുടെ ഈ ജട്ടി മാർക്കറ്റ് ചെയ്യാൻ ബാർ തുടങ്ങാന്ന് പറഞ്ഞാൽ അത് വലിയ എക്സ്പെൻസ് ഉള്ള പരിപാടിയല്ലേ? ബാർ തുടങ്ങിയാൽ ജട്ടി മാർക്കറ്റ് ചെയ്യാം. അതെ, അത് സ്ക്രാച്ച് ആൻഡ് കൂപ്പൺ ഉണ്ട്. അതിലൂടെ നമ്മുടെ മോഡൽ 1 ഡേ സ്പെൻഡ് ചെയ്യാം. ഒരു കാര്യം പറയട്ടെ, നടക്കി തന്നെ മാറ്റി അവൻ തിരിഞ്ഞിരിക്കാൻ ജട്ടി കാണിച്ചു. മോഡലിലൂടെ 1 ഡേ കസ്റ്റമൈസബിൾ ആണ്, നമുക്ക് ആരുടെ വേണേലും തല വെക്കാം. വേണ്ട, നമുക്ക് റിക്വയർമെന്റ് അനുസരിച്ച് വേറെ ഞാൻ ഇത് വേണേ കാണിച്ചു തരാ. ഓക്കെ, ഒരു ഇത് കാണിച്ചു തരാം, ഫോട്ടോ വേണേ കാണിച്ചു തരാം. ഓക്കെ, മോഡൽ ഓക്കെ അല്ലേ? കത്തിയിലല്ലേ നമ്മുടെ മോഡൽ കരിമ്പലിയാ കരിമ്പൂപ്പി പോലെ ജോക്കി. ഒരു വിധത്തില് ഇവര് പറയുന്നത് ശരിയാ ജോക്കി, ഒന്ന് ആലോചിച്ച്. ഇതെന്താണിത്? അല്ല ജോക്കി, ഒരു വിധത്തിൽ ഇവര് പറയണ ശരിയാ ജോക്കി, ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മള് ഗ്യാങ്ങിൽ ഒരാളെ ഹോസ്റ്റേജ് കൊണ്ടുപോകുന്ന സമയത്ത് നമ്മളെ ജട്ടിപ്പുറത്ത് നിൽക്കുമ്പോൾ ഈ അപ്പി ജട്ടി ഇട്ട് നിൽക്കുന്നത് ഒരു ഗ്യാങ്ങിന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന കാര്യമാണ്. ആ സമയത്ത് കുറച്ചും കൂടി നല്ല ജട്ടി ഇട്ട് നിൽക്കുകയാണെങ്കിൽ ഗ്യാങ്ങിന് ഒരു പ്രൗഢിയല്ലേ അത്? മൂലത്തിൽ ഇനി ആ ജട്ടി കണ്ടിട്ട് ആ സിമ്പിൾ ഉണ്ടാവും, അവർക്ക് പേടിക്കാൻ കൂടി പറ്റിയാലോ? കൊലപതിയാ ജട്ടി പ്രസൻസ് കാണുന്നില്ല. ഇത് പക്ഷെ കാണാൻ പറ്റില്ല കേട്ടോ, ജട്ടി മാത്രം കാണുന്നില്ല. അടുത്ത ഫോട്ടോ ഉണ്ട്, ഒരുപാടുണ്ടോ നമുക്ക്?
നിങ്ങളുടെ കൂട്ടത്തില് സ്നൈപ്പ് വന്നില്ലല്ലേ? ഇല്ല ഇല്ല കേട്ടോ ഇല്ല. നിങ്ങളുടെ മോഡൽ എന്താ? ക്യാൻറ്റീൻമാന്റെ മുട്ട കഴിച്ചിട്ടാണ് തോന്നിരിക്കുന്നത്. മോഡല് പറയല്ലേ ചന്ദ്ര? ബോഡി ഷെയിം ചെയ്യല്ലേ ചന്ദ്രു? എന്റെ കാലിലെന്താ സോക്സ് സോക്സ് കീറിപ്പോയാണോ? കാണാം. തലൈവെട്ടും ജട്ടി. എനിക്ക് ഫ്രണ്ടിൽ നോ സിഗ്നലാണ് കാണിക്കുന്നത്. എനിക്ക് ഇങ്ങനെ പല രീതിയിൽ പല പല ഗ്യാങ്ങിലും രീതിയിൽ പാലം ജെട്ടി അൺലീഷ് ദ ബീസ്റ്റ് SMS ജെട്ടി അൺലീഷ് ദ ബീസ്റ്റാ. അതാണ് നമ്മുടെ ഇത്. അത് കൊള്ളാം കേട്ടോ. കണ്ണ് മോഡലാക്കുവാണെങ്കിൽ നമുക്ക് ജോക്കി നത്തിങ് കൂടെ വെക്കാം. സത്യം. പക്ഷെ ഫ്രണ്ടിലുള്ള ആര് പൊന്തിച്ച കാണൂല. പക്ഷെ ഇത്ര നിങ്ങക്ക് ഫ്രണ്ടിലോട്ട് വരാം. നമ്മൾ ഇത്ര കടന്ന് ചിന്തിച്ചില്ലായിരുന്നു. പക്ഷെ ഐഡിയ കൊള്ളാം. പക്ഷെ ഇത് നമുക്ക് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ബിസിനസ് തുടങ്ങുമ്പം സിറ്റിസൺസിനും ഈ ഗ്യാങ്ങിനും എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണെങ്കിൽ കുറച്ചുകൂടെ ലാഭം കൊയ്യാം. അണ്ണാ ഉണ്ട് ദേ ഈ മോഡൽ ഇട്ടിരിക്കുന്നത് ഹാർട്ടുള്ള ജട്ടി കണ്ടിട്ടുണ്ടോ? ഇത് പോരെ, ഇത് പെമ്പിള്ളേരുടെ ഇവ പെണ്ണാണ് വയ്യാന്ന്. ഇത് വെറും സെക്സാ സെക്സിയോ യൂണിസെക്സാ. അത് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പൊ എന്തായാലും കൊള്ളടാ. നമ്മള് ഏറ്റവും ലാസ്റ്റില് ഇൻട്രസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമ്മള് കയ്യിലെടുത്ത് നടന്ന് വിൽക്കും. ഇവൻ ദോശക്കല്ലേ അല്ല നിങ്ങൾ എത്ര രൂപ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഈ ഒരു പ്രോജക്റ്റിന് നിങ്ങൾ? ചെറിയ പൈസ എലാസ്റ്റിക് അല്ല എന്നാലും എത്ര രൂപ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവും? ഒരു 50,000. അല്ല 100 കോടി ബാറും കൂടെ വേണല്ലോ. ശരിയാ. ബാറും കൂടെ തുടങ്ങാൻ 100 കോടി രൂപ മതിയോ? മതി. ചെറിയ സെറ്റപ്പ് ചെയ്യുമ്പോ തുടങ്ങണ്ട. ചെറിയ സെറ്റപ്പ്. ഇവിടെ ഇതിപ്പോ ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി. ഇപ്പൊ വാസോണിന് ഇഷ്ടപ്പെട്ടില്ലെന്ന് വെച്ചാൽ ബിസിനസ് അണ്ണൂന് ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി വിചാരിച്ചോ. അപ്പൊ വേണമെങ്കിൽ അണ്ണൂന് അത് 50 കോടി കൊടുത്തോണ്ടെങ്കിൽ അണ്ണൂന് പിന്നെ ഇവന്റെ ഇത് പറയരുത്. കൊള്ളാം മോനെ, കൊള്ളാം. നല്ല മോഡൽ ഉണ്ടല്ലോ വിഷയം. ദോശക്കല്ലേ മോങ് വെച്ചിട്ടാ കൊണ്ടുവന്നെ? ഇല്ല ഇത് ഫാഷൻ. ഇത് ഏതോ മാമ ഇവിടെ ഫുഡ് കഴിക്കുന്ന റോഡില്. അപ്പൊ എന്തായാലും ഓൾ ദ ബെസ്റ്റ്. ഞങ്ങൾ വിളിച്ച് ബാക്കി കാര്യങ്ങൾ പറയാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു എന്റർപ്രൈസ്. അണ്ണാ ഫ്ലഡ് ഉള്ള സമയത്ത് റോഡിൽ കൂടി എല്ലാം പോയാലേ ഷാർക്ക് എന്ന് പറഞ്ഞ ആൾക്കാരെ പിടിച്ചു കയറ്റും. അപ്പൊ തന്നെ അല്ലാണ്ട് അവന്റെ ഷാർക്ക് ഫിന്ന അതിന്റെ തലയില്. എടാ ഞാൻ പിന്നെ ജോക്കി ഞാൻ അന്നേരം പറഞ്ഞതെന്ന് വെച്ചാ പ്രസന്റേഷൻ ചെയ്യുന്ന സമയത്തെ നമ്മള് കറക്ഷൻ ചെയ്യാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമാവും. അവരുടെ ഫ്ലോ പോകും ജോക്കി. അതാ ഞാൻ പറഞ്ഞത്. അവര് പ്രസന്റേഷൻ സമയം നമ്മളൊന്നും പറയണം, അത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാം. അതാണ് നല്ലത്. ആക്ച്വലി നമുക്ക് ആ ഓയ ബിസിനസിന്റെ കൂടെ ഇവരുടെ ജട്ടി ഫ്രീ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു സ്കോപ്പ് ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക്. അതെ, തൊട്ട് വെളിയിലായിട്ട് ഈ കട പണിയണം അല്ലേ? എനിക്ക് ആ ഓയ ബിസിനസ്സിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നിയിട്ട് ഒരു കാര്യമുണ്ട്. എന്താ അപ്പൊ ശ്രദ്ധിച്ചായിരുന്നോ? ഒരിക്കലും കുലുങ്ങാത്ത കട്ടിൽ, അതിന്റെ ആ ബിൽഡിംഗ് സ്ട്രക്ചർ കണ്ടായിരുന്നോ? പൊളിയല്ലായിരുന്നോ? അത് പോലും ഇല്ല. പക്ഷെ നമ്മുടെ എക്സാംസ് വെക്കുമ്പോ ചിലപ്പോ അനങ്ങും. നിനക്കൊന്നും അനക്കാൻ എന്തായാലും പറ്റൂല. അത് പറഞ്ഞത് എന്നാ ഇവിടെ അടുത്ത ആരാ റെഡി? ഞങ്ങൾ റെഡിയാ. ബേബീസ്. ഓക്കെ, അടുത്തതായി ടീം ബേബി, LX2, ജുഗ്രു, മോബി. എനിക്ക് പ്രതീക്ഷയുള്ള ഒരു കൂട്ടമാണ് അവസാനം ഇത്. ആണോ? ഇവരെ ബിസിനസ് ചിലപ്പോ ഞാൻ എടുക്കും, കാരണം എന്റെ അത്രയും ബാക്കപ്പ് ഉണ്ട്. ആണല്ലേ? പിന്നെ നീ ഇതെടുത്തോ. ഒരു ഐഡിയ നോക്കിയിട്ട് ഞാൻ ഒന്ന് പ്രൊസീഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഏത് വേണോ അത്? തമിഴല്ലേ പറഞ്ഞേ? ആരായിരിക്കും? ഓടിച്ചു വിടണ ഇവിടുന്ന്. വെൽ ഡ്രസ്ഡ്, ഇംപ്രസ്ഡ്. നിങ്ങളാണ് ഈ കൂട്ടത്തിലെ കൂട്ടത്തിലൊരു ബിസിനസ് മീറ്റിംഗിന് വരിക എന്നുള്ള ഒരു രീതിയിൽ നിങ്ങളാണ് ഇങ്ങനത്തെ ഒരു ഡ്രസ് ഇട്ടുള്ളത്. കൊള്ളാം, നൈസ്. ഓക്കെ, നിങ്ങൾക്ക് ഒരു ഇൻട്രൊഡക്ഷൻ പറയാം.
അപ്പം ഞങ്ങളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വന്നിരുന്നത് നമ്മുടെ കുറച്ച് ലൈക്ക് കുറച്ച് നിക്കറ. ഹലോ കത്തിയേ അതിപ്പോ നിങ്ങളെ പറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യൂ. സർ വി ആർ ടീം ബേബി. ടീം ബേബി. Okay. ഓക്കെ Me Jugru, these are my partners, ഓക്കെ Alexu and Bobby. ഓക്കെ. കേക്കാം. ഹലോ കേക്കാം. മൈക്കൂര് നമ്മള് രണ്ട് സൈഡും ഈ ലീഗൽ ആൻഡ് ഇല്ലീഗൽ സൈഡാണ് നമ്മൾ ഇന്ന് നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത്. ഓക്കെ. അതുപോലെ നമുക്ക് ഇല്ലീഗലിയും തുടങ്ങാം. അത് നമ്മുടെ എന്റെ പാർട്ട്ണറായ അലക്സ് ഓക്കെ. പറയും. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മള് ഗ്യാങ്സ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു കേസ് തന്നെയാണ്. ഓക്കെ. അതായത് നമ്മളെല്ലാവരും ഗൺസ് യൂസ് ചെയ്യും. അതെ. വെടിവെക്കാൻ. ഓ. അപ്പം വെടിവെച്ച് കുറെ കഴിയുമ്പോൾ അതിന്റെ ഡ്യൂറബിലിറ്റി തീരും. ഓക്കെ. സാധാരണഗതിയിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? കളയും. പക്ഷെ അത്ര വാല്യൂബിൾ ആയിട്ടുള്ള ഇതിന്റെ ഡ്യൂറബിലിറ്റി തീരുന്ന പറയുന്നത് തീർന്നിട്ട് കളയുന്നതല്ലാണ്. ഞാൻ ഇപ്പൊ അതായത് അതിന്റെ ബോഡി എല്ലാം ഉണ്ട് നമ്മുടെ കയ്യില്. മനസ്സിലായോ? അപ്പം ഡ്യൂറബിലിറ്റി തീർന്നു പറഞ്ഞത് ചുമ്മാ കളയുന്നതല്ലാണ്. അല്ല. അപ്പം നമ്മള് ഇതിന്റെ ഒരു റിപ്പയർ സെക്ഷൻ ആണ് ആലോചിക്കുന്നത്. ഡ്യൂറബിലിറ്റി തീർന്ന ഗൺസ് നമ്മൾ റിപ്പയർ ചെയ്യും. ഓക്കെ. റിപ്പയർ ചെയ്തിട്ട് ഈ റിപ്പയർ ചെയ്യുന്ന ഗൺസ് നമ്മൾ മിസ്റ്റർ എക്സിന് തന്നെ കൊടുക്കാൻ ശ്രമിക്കും. മിസ്റ്റർ എക്സ് ഇപ്പം നിലവിൽ കണ്ണെടുക്കാൻ ശ്രമിക്കുന്നത് പുറത്തുനിന്നാണ്. ഓരോ വട്ടം അവരെടുക്കുമ്പോഴും അതിന് ഓരോ സീരിയൽ നമ്പറാണ്. ഓക്കെ. അവര് തന്നെ ഒരിടയ്ക്ക് നമ്മുടെ അടുത്ത് അഡ്രസ് ചെയ്തായിരുന്നു ഗൺസ് പുറത്തോട്ട് പോകുന്നത്. ഓക്കെ. അപ്പം അവർക്ക് ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് എന്താ പറയുന്നത് സാധനത്തിന്റെ പേരെന്തായിരുന്നു? സീരിയൽ നമ്പർ എന്ന്. അപ്പം അവർക്ക് നോക്കിയെടുക്കേണ്ടി വരും ഇതില് ഏത് സീരിയൽ നമ്പരാ പോയെന്ന്. ഇപ്പൊ നമ്മൾ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നേരത്ത് റിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ സീരിയൽ നമ്പറിന് ഒരു വ്യത്യാസം വരില്ല. അപ്പം നമ്മൾ ഇതേ സാധനം തന്നെ മിസ്റ്റർ എക്സ് പുറത്തുനിന്ന് എടുക്കുന്നതിനെക്കാട്ടും റേറ്റ് കുറവിൽ നമ്മൾ അവർക്ക് കൊടുക്കുന്നു. ഗ്യാങ്സിന്റെ കയ്യിൽ നിന്ന് ഡ്യൂറബിലിറ്റി തീർന്ന ഗൺസ് ചെറിയ വിലക്ക് നമ്മൾ എടുക്കുന്നു. ഇത് മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിച്ചത് അണ്ടി ഫാക്ടറിയുടെ മറവിൽ ഇതിന്റെ ബിസിനസ് ചെയ്യാനാണ്. ഈ ബിസിനസ് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. ഡീൽ. അപ്പൊ അത് ചെയ്തു തരാൻ പറ്റുമോ? താങ്കൾ ഇതിവിടെ ഈ ഗണ്ണ് എങ്ങനെയാണ് റിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അതിന് മറ്റേ വലിയ പുള്ളി ആയ നമ്മുടെ സിറ്റിയിൽ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായ മുടി നരച്ച നമ്മുടെ അപ്പാപ്പൻ എന്ന് പറഞ്ഞ വ്യക്തി സഹായിക്കണം. അതല്ല ചോദ്യം. ചോദ്യം അതല്ല. താങ്കളുടെ ബിസിനസ് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾ ഈ ഗണ്ണ് റിപ്പയർ ചെയ്യണ്ടേ? അതെ. അത് നിങ്ങൾ എങ്ങനെയാണ് റിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഫാക്ടറി വെക്കും. എന്നിട്ട് ഫാക്ടറിയിൽ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? നമ്മൾ സ്ക്രൂ ഒക്കെ ഇങ്ങനെ ഊരി ഓരോ സാധനമൊക്കെ ടൈറ്റ് ചെയ്ത് ക്ലാവൊക്കെ കളഞ്ഞ്. ഈ ഗണ്ണിന്റെ എന്ത് തീർന്നപ്പോഴാണ് ഇതിന്റെ ഇത് നിന്ന് വെടിവെക്കാൻ നേരത്ത് ഓരോ വെടിക്കും കുറച്ച് ഓയിൽ വീതം ഇങ്ങനെ പോവും. ഗൺ പൗഡേഴ്സും കുറവായിരുന്നു. ഗൺ പൗഡേഴ്സും ഇതും. അപ്പോഴത്തേക്ക് നമ്മൾ അത് റീഫിൽ ചെയ്ത് ചെറിയ വിലക്ക് ഇത് റീഫിൽ ചെയ്ത് നമ്മൾ അത്യാവശ്യം ഒരു ഹൈ റേറ്റിന് മിസ്റ്റർ എക്സിന് തിരിച്ചു കൊടുക്കും. തിരിച്ച് ഫുള്ളാക്കും. സീരിയൽ നമ്പർ മാറൂല. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഈ സാധനം മിസ്റ്റർ എക്സിന് പകരം നമ്മൾ എടുക്കുമെന്ന്, അതായത് ഈ സാധനം എന്താണ് നമ്മൾ മിസ്റ്റർ എക്സിന് മാത്രം കൊടുക്കുമെന്നുള്ള മാത്രം കൊടുക്കുന്നതാണ് നമുക്ക്. കാരണം മിസ്റ്റർ എക്സ് അല്ല വേറെ സിറ്റിയില്. എടാ ഞാൻ അല്ല, വേറൊരു കാര്യമുണ്ട്, വേറൊരു ഐഡിയ ഉണ്ട്. ഞാൻ പറയണത് ഈ ഗൺസ് എന്തായാലും മിസ്റ്റർ എക്സ് വിറ്റതാണ്. അപ്പൊ ഇത് നമുക്ക് ഇല്ലീഗലായിട്ട് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ ഇത് തിരിച്ച് മിസ്റ്റർ എക്സിനെ ഏൽപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. കാരണം സീരിയൽ നമ്പർ ആരെല്ലാം കയ്യിൽ നിന്ന് പിടിച്ച് ചെക്ക് ചെയ്താലും ഇത് മിസ്റ്റർ എക്സ് തന്നെ പറയുമല്ലോ ഇത് ഞങ്ങൾ തന്നെ വിറ്റ ഗണ്ണാണെന്ന്. പിന്നെ നമുക്ക് ആർക്ക് കൊടുക്കുന്നില്ല എന്താ, വൺസ് അത് മിസ്റ്റർ എക്സിൽ നിന്ന് തന്നെയല്ലേ റിലീസ് ആയത്. അത് ശരിയാണ്, പക്ഷെ സേഫ്റ്റി സൈഡ് മിസ്റ്റർ എക്സിന് തന്നെ കൊടുക്കുന്നതായിരിക്കും. അല്ല, ഇതിപ്പോ നിങ്ങൾ വാങ്ങുന്ന മെത്തേഡ് എങ്ങനെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മൾ മിസ്റ്റർ എക്സിനെ കൊണ്ട് തന്നെ ഓരോ ഗ്യാങ്സിന്റെ അടുത്ത് ഇത് റെപ്രസെന്റ് ചെയ്യിപ്പിക്കും. അതായത് മിസ്റ്റർ എക്സിനെ കൊണ്ട് തന്നെ നമ്മൾ ഗ്യാങ്സിന്റെ അടുത്ത് ഈ കാര്യം റെപ്രസെന്റ് ചെയ്യിപ്പിക്കും. അതായത് തീർന്ന ഡ്യൂറബിലിറ്റി ഉള്ള ഗൺസ് TV എന്ന് പറയുന്ന കുടുംബത്തില് ഇന്ന ആൾക്കാരെ കോണ്ടാക്ട് ചെയ്ത് അവരോട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവരായിട്ട് ഇത് ഡീൽ ചെയ്യാന്ന് പറയും. നമ്മൾ ആ ഗ്യാങ്സിന് ചെറിയൊരു റേറ്റ് കൊടുക്കും. നമ്മൾ കൊടുക്കുന്നത് ബ്ലാക്ക് ആയിരിക്കും. അതായത് നമ്മൾ അവർക്ക് കൊടുക്കുന്ന ബ്ലാക്ക് ആയിരിക്കും.
നമ്മള് മിസ്റ്റർ എക്സിന്റെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടാൻ പോകുന്നത് ബ്ലാക്ക് ആയിരിക്കും. ഞങ്ങൾ ഇത് അല്ല തുടങ്ങിയപ്പോ ഞാൻ നമുക്ക് വേറെ കാര്യം ചോദിക്കട്ടെ, എന്തിന് മിസ്റ്റർ എക്സിനെ ഇതിന് ഉപയോഗിക്കണം? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം തീർന്നില്ല. രണ്ടാമത്തെ ചോദ്യം, ഈ പറയുന്ന ഒരു ഉപയോഗമില്ലാത്ത കണ്ണ് ആൾക്കാർ വെറുതെ കളയുകയാണ് അല്ലേ? അതെ. അപ്പൊ ഈ ഉപയോഗം തീർന്ന കണ്ണ് നിങ്ങൾ എടുക്കാം എന്ന് ഒരു അജ്ഞാതനായി പറഞ്ഞു കഴിഞ്ഞാൽ പോലും ആൾക്കാർ കണ്ണ് നിങ്ങളെ കൊണ്ടുതരും അല്ലേ? അതെ, കൊണ്ടുതരും. അപ്പൊ പിന്നെ എന്തിന് മിസ്റ്റർ എക്സ് എന്ന് പറയുന്ന ഒരു എന്റിറ്റിനെ ഇതിലോട്ട് ഇൻവോൾവ് ചെയ്യിപ്പിക്കണം? കാരണം ഗണ്ണിന് ഓൾറെഡി സീരിയൽ നമ്പർ ഉണ്ട്. അതെ. ആ ഗണ്ണ് നിങ്ങൾക്ക് റിപ്പയർ ചെയ്ത് എടുക്കാനുള്ള എന്താ പറയാ ഇത് അവൈലബിൾ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഗണ്ണ് റിപ്പയർ ചെയ്ത് എടുത്ത്